അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ 99 നാമങ്ങളിൽ ഹൃദയത്തെ ഏറെ സ്പർശിക്കുന്ന ഒരു നാമമാണ് യാ ലത്തീഫ് എന്ന ഇസ്മ. ഈ നാമത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാൽ അള്ളാഹുവിൻ്റെ കാരുണ്യം എത്ര വിശാലമാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും എന്നതാണ്. യാ ലത്തീഫ് എന്നത് അള്ളാഹുവിൻ്റെ മനോഹരമായ നാമങ്ങളിൽ ഒന്നാണ്. അർത്ഥം നോക്കിയാൽ അതിസൂക്ഷ്മമായി കാരുണ്യം കാണിക്കുന്നവൻ, തൻ്റെ അടിമകളോട് അത്യന്തം ദയയും സൗമ്യതയും കാണിക്കുന്നവൻ എന്നതാണ്. ഈ ഇസ്മ പരിശുദ്ധമായ നാമം വെള്ളിയാഴ്ച രാവിലെ 4000 വട്ടം പറയുകയും താൻ എന്തുദ്ദേശമാണോ അത് അള്ളാഹുവിനോട് പറയുകയും ചെയ്താൽ അള്ളാഹു ആ മുറാദുകളൊക്കെ ഹാസിലാക്കി തരും, അഥവാ സ്വീകരിച്ച് തരും എന്നതാണ് ഈ ഇസ്മിൻ്റെ പ്രത്യേകത, മഹത്വം എന്ന് പറയുന്നത്. യാ ലത്തീഫ് എന്നത് അതിസൗമ്യനായവൻ എന്നതാണ് അർത്ഥം. നാം കാണാത്ത വഴികളിലൂടെ പോലും അള്ളാഹു സഹായം എത്തിച്ചു തരുന്നു എന്നതാണ്. പ്രയാസങ്ങളിൽ അകപ്പെട്ടവരെ അള്ളാഹു പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ രക്ഷപ്പെടുത്താൻ കഴിവുള്ളവൻ. നമ്മൾ നല്ലതായ കാര്യങ്ങൾ വളരെ മൃദുവായി ജീവിതത്തിൽ ഒരുക്കി തരുന്നവനാണ് അള്ളാഹു. നമ്മൾ റബ്ബിനോട് ദുആ ചെയ്യുമ്പോൾ നമ്മൾ ദുആ ചെയ്യുന്നേക്കാൾ ഇരട്ടിയായിരിക്കും റബ്ബ് നമുക്ക് തന്നത്, അല്ലെങ്കിൽ നല്ല വഴിയിലൂടെ ആയിരിക്കും റബ്ബ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഇതൊക്കെ റബ്ബിന് എന്ത് ചെയ്യാനും റബ്ബിനെന്താണ് കഴിവുള്ളവനാണ് റബ്ബ്. നമ്മളെപ്പോഴും ദുആ ചെയ്യുക, ചിലപ്പോൾ റബ്ബ് എന്താണ് അതിനേക്കാളും കൂടുതലായിരിക്കും റബ്ബ് നമുക്ക് തന്നത്. അതുകൊണ്ട് വിഷമ സമയങ്ങളിലും അള്ളാഹുവിനോട് കൂടുതൽ അടുക്കുവാനും ദുആ ചെയ്യുവാനും ഈ നാമം ഓർമ്മപ്പെടുത്തുന്നു എന്നതാണ്. എപ്പോഴും ഈ ഇസ്മ വച്ച് ദുആ ചെയ്താൽ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും എല്ലാ ബുദ്ധിമുട്ടും നമ്മുടെ എന്തുദ്ദേശമാണോ അത് നടക്കുകയൊക്കെ ചെയ്യണ ഒരു ഇസ്മാണ്. അള്ളാഹുവിൻ്റെ 99 പരിശുദ്ധമായ നാമങ്ങളിൽപ്പെട്ട ഒരു നാമമാണ്, ഒരു ഇസ്മാണ് യാ ലത്തീഫ് എന്ന ഇസ്മ. നിങ്ങൾ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസമോ ആഗ്രഹമോ ഉണ്ടെങ്കിൽ അള്ളാഹുവിനെ പൂർണ്ണ വിശ്വാസം വയ്ക്കുകയും അവൻ യാ ലത്തീഫ് ആണ് എന്ന് വെച്ചാൽ എന്താണ്, അള്ളാഹു കാരുണ്യവാനാണ്, അതിസൂക്ഷ്മമായി കാരുണ്യം നമുക്ക് എന്തും തന്നെ നാഥനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് താൻ അടിമകൾക്ക് ഏറ്റവും എന്താണ് നല്ലത് ഏറ്റവും മനോഹരമായ രീതിയിൽ നൽകുന്നവനാണ്. നമ്മൾ ചോദിച്ചാൽ റബ്ബ് നല്ല രീതിയിൽ അതിൽ മനോഹരമായിട്ടാണ് റബ്ബ് നമുക്ക് നൽകണത്. അതുകൊണ്ട് എപ്പോഴും റബ്ബിനെ ദുആ ചെയ്യുമ്പോഴും യാ ലത്തീഫു യാ അല്ലാ എന്ന ഇസ്മു മുറുകെ പിടിക്കുക. ഇൻഷാ അല്ലാ നമ്മുടെ ആഗ്രഹങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ച ഇത്ര വരെ എത്തിച്ച നമുക്ക് ഭക്ഷണങ്ങളും വെള്ളം എല്ലാം കറക്റ്റായിട്ട് തരുന്ന നമ്മുടെ റബ്ബിനെ ഓർക്കുക. ഇൻഷാ അല്ലാ തന്നതിനെല്ലാം അൽഹംദുലില്ലാ ഹംദ് പറയുക, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പറയുക. റബ്ബ് അതിനും വലിയ രീതിയിൽ മനോഹരമായിട്ട് നമുക്ക് നൽകുന്നതാണ്. ഇൻഷാ അല്ലാ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ വിഷമങ്ങളൊക്കെ മാറ്റി ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാ ദുആ വസിയത്തോടെ.